അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മലയോര മേഖലയിൽ മതസൗഹാർദ്ദം കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു മഹലിലാണ് നിങ്ങളുടെ ജോലി. മതബോധത്തിൻ്റെ കുറവ് മൂലം മതസൗഹാർദ്ദം പെരുതിവിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് അവിടെയുള്ളത്. ഏത് മതത്തിൻ്റെ എല്ലാ ആചാരങ്ങളും പരസ്പര സഹകരണമാണ് അവരുടെ മെയിൻ. അങ്ങനെയിരിക്കെ ഓണവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയിൽ സദ്യ കൊടുക്കാൻ നിങ്ങളുടെ മഹല്ല് ഒരുങ്ങുന്നു. പിന്തിരിപ്പിക്കാൻ ഉള്ളിലൂടെ ശ്രമം നടത്തിയ നിങ്ങൾ പലരുടെയും കണ്ണിൽ വർഗീയവാദിയായി മാറുന്നു. നിങ്ങൾ അതിൽ നിന്നും പിന്മാറിയാൽ കാലങ്ങളോളം ഇസ്ലാമിക ആദർശം മുറുകെ പിടിക്കാൻ അവർക്ക് കഴിയുകയുമില്ല. അവിടെ നിങ്ങൾ സ്വീകരിക്കുന്ന മാർഗം എന്ത്? ഒന്നുകൂടി റിപ്പീറ്റ്. മലയോര മേഖലയിൽ മതസൗഹാർദ്ദം കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു മഹലിലാണ് നിങ്ങളുടെ ജോലി. മതബോധത്തിൻ്റെ കുറവ് മൂലം മതസൗഹാർദ്ദം പെരുതിവിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് അവിടെയുള്ളത്. ഏത് മതത്തിൻ്റെ ഏത് ആചാരങ്ങൾക്കും പരസ്പരം സഹകരിക്കുകയാണ് അവരുടെ മെയിൻ. അങ്ങനെയിരിക്കെ ഓണവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയിൽ സദ്യ കൊടുക്കാൻ നിങ്ങളുടെ മഹല്ല് ഒരുങ്ങുന്നു. പിന്തിരിപ്പിക്കാൻ ഉള്ളിലൂടെ ശ്രമം നടത്തിയ നിങ്ങൾ പലരുടെയും കണ്ണിൽ വർഗീയവാദിയായി മാറുന്നു. നിങ്ങൾ അതിൽ നിന്നും പിന്മാറിയാൽ കാലങ്ങളോളം ഇസ്ലാമിക ആദർശം മുറുകെ പിടിക്കാൻ അവർക്ക് കഴിയുകയുമില്ല. അവിടെ നിങ്ങൾ സ്വീകരിക്കുന്ന മാർഗം എന്ത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ മഹല്ല് മതവികാരം കത്തി നിൽക്കുന്ന നാടാണ്. എടുത്തുചാട്ടം കൂടുതലുള്ള നാട് എന്ന് വേണം പറയാൻ. ആ മഹല്ലിൽ ഓണവുമായി ബന്ധപ്പെട്ട് സദ്യ കൊടുക്കാൻ നാട്ടുകാർ തീരുമാനിക്കുന്നു. എതിർത്താൽ ഞാൻ മതവർഗീയവാദിയാകും. ഇവിടെ എനിക്ക് സ്വീകരിക്കാനുള്ള നിലപാടെന്തെന്ന് വെച്ചാൽ, മതവർഗീയവാദി എന്ന് മതപണ്ഡിതന്മാരെ മുദ്ര കുത്താൻ എല്ലാവരും തുനിയും. പക്ഷെ അതൊന്നുമല്ല എൻ്റെ വിഷയം. ഇങ്ങനെ വരിക എന്നുള്ളത് മാറ്റി നിർത്തേണ്ട കാര്യം തന്നെയാണ്, അതിനെ തൊട്ട് പേടിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ സംഘടനാപരമായ ആൾക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. മാത്രമല്ല അവരുടെ പിതാക്കളോട് അവർ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി അവർക്കൊരു ക്ലാസ് ഞാൻ സംഘടിപ്പിക്കും. പൊതുവെ അറിയപ്പെട്ട പണ്ഡിതന്മാരും അനസമാനി ഉസ്താദിനെ പോലുള്ള ദഅവ ക്ലാസ് എടുക്കുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ SSFൻ്റെ കീഴിൽ ഞാൻ എൻ്റെ നാട്ടിൽ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ക്ലാസ് നടത്തും. ആ ക്ലാസ്സിൽ ഓണവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളെപ്പറ്റിയും ഓണം യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ നിലപാട് എന്തെന്ന് വ്യക്തമാക്കാൻ ഇത്തരം പ്രഭാഷകർക്ക് കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. മാത്രമല്ല പിന്നെ എൻ്റെ മഹലിൽ ഞാൻ അവിടെ എൻ്റെ മഹല്ലാണ്. മാത്രമല്ല ഞാൻ മാസത്തിൽ വരിസംഖ്യം അടക്കുന്ന മഹല്ലാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള അവകാശവും എൻ്റെ മഹലിലുണ്ട്. ഞാൻ എൻ്റെ നാട്ടുകാരോട് പരസ്യമായി മതത്തിൻ്റെ ആശയങ്ങൾ ഞാൻ പണ്ഡിതൻ എന്നുള്ള രീതിയിൽ അവരോട് മറ്റ് ക്ലാസ്സുകളിലും അതല്ലെങ്കിൽ പള്ളി പരിസരങ്ങളിൽ നിന്നും ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കും. എന്നാലും ചില ആൾക്കാരുടെ ഉള്ളിലെങ്കിലും ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും. അവരോട് ഞാൻ നിരന്തരമായി ബന്ധപ്പെടും. എന്നിട്ട് അവരോട് ഈ പ്രശ്നങ്ങളെപ്പറ്റി, അതായത് ഇങ്ങനൊരു സദ്യ കൊടുക്കുന്നതിനെ പറ്റി അവരുടെ നിലപാട് അവിടെ വ്യക്തമാക്കാൻ വേണ്ടി ആവശ്യപ്പെടും. അവർ വ്യക്തമാക്കുന്ന പക്ഷം ചില സമയത്ത് ഇത് രണ്ട് ചേരിയായി മാറാം. ചില ആൾക്കാർ കൊടുക്കണമെന്നും ചില ആൾക്കാർ കൊടുക്കണ്ട എന്നുള്ള ചേരിയായി മാറാം. പക്ഷേ ഈ ഉസ്താദിൻ്റെ ക്ലാസ്സും പിന്നെ നാട്ടുകാർക്കുള്ള ബോധവൽക്കരണവും ഞാൻ നിരന്തരം തുടർന്നു കൊണ്ടേയിരിക്കും. പക്ഷേ മറ്റു മതസ്ഥരുടെ കണ്ണിൽ ഞാനൊരു മതവർഗീയവാദിയായി വരുമോ എന്ന് പേടിച്ചതുകൊണ്ട് ഞാൻ ചില സമയങ്ങളിൽ അവിടെ നിന്ന് മാറി നിൽക്കും. പിന്നെ ഇന്ന് ആധുനിക യുഗങ്ങൾ ഫോൺ സംവിധാനങ്ങൾ നല്ലപോലെ ഉപയോഗിക്കുന്നതാണ്. അവിടെ നിന്ന് മാറി നിന്ന് ഞാൻ എൻ്റെ പ്രവർത്തകരോട്, എൻ്റെ സംഘടനാ പ്രവർത്തകരോട് നിരന്തരമായിട്ട് പറയും, ഇതിൻ്റെ പ്രത്യേകത മതവികാരമെന്നാൽ അത് മറ്റു മതത്തിൻ്റെ ആചാരങ്ങളെ കടയെടുക്കലല്ല, മാനുഷികത പരിഗണനയാണ് അവർക്ക് നൽകേണ്ടതെന്നുള്ള സന്തോഷം നിരന്തരമായിട്ട് അവർക്ക് എന്താക്കും, ഫോണിലൂടെ പറഞ്ഞു കൊടുക്കും. ഒരു പക്ഷേ കുറച്ച് വിഭാഗങ്ങൾ മാറി നിൽക്കുന്നതിലൂടെ കൂടെ
പിന്നീട് കുറേ ഇങ്ങനെ നിരന്തരമായ ക്ലാസ്സുകളും സംഘടനൻ്റെ കീഴിൽ മറ്റ് പരിപാടികളും ബോധവൽക്കരണവും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഉണ്ടാകും. എൻ്റെ നാട്ടിൽ ആൾക്കാർ തിരിച്ചറിയും. പിന്നെ മാത്രമല്ല, ഞാനൊരു മതപണ്ഡിതൻ എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.